بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഒരുക്കിയിട്ടുള്ള റമളാൻ മാസത്തിൽ അല്ലാഹുവിനു വേണ്ടി നോമ്പ് നോൽക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ് ഈമാൻ എന്നുള്ളത്, തൗഹീദ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റാനും ആ സ്വഹാബികളുടെ പാതയെ മുറുകെ പിടിക്കാനും സാധിക്കുക എന്നുള്ളത്. അല്ലാഹു തആല മരണം വരെ ഈ ഒരു മാർഗത്തിലായിക്കൊണ്ട് ജീവിപ്പിക്കുകയും അതിലായിക്കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ, അവരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ഒരു മാസത്തിൽ നമ്മളിന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് റമളാൻ മാസത്തിന്റെ വളരെ മഹത്തായിട്ടുള്ള ഒരു പ്രത്യേകതയെ ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു ഒരുമിച്ച് കൂടൽ, ഈ ഒരു മജ്ലിസിൽ ഉദ്ദേശിക്കുന്നത്. അത് നാം എല്ലാവരും മറ്റെന്ത് ഭൗതികമായ വസ്തുവിനേക്കാളും ആവശ്യക്കാരായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പാപമോചനമാണ്. മനുഷ്യനെന്ന നിലക്ക് നമ്മളെല്ലാവരിലും സംഭവിച്ചു പോകുന്ന കാര്യമാണ് അബദ്ധങ്ങൾ, പാപങ്ങൾ എന്നിവ. അത് സംഭവിക്കാത്ത ഒരാളും തന്നെ ഉണ്ടാവില്ല, റസൂലുകൾ ഒഴികെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പാപത്തേക്കാൾ അറിയാതെ സംഭവിക്കുന്ന പാപങ്ങളുണ്ടാകും. അതിൽ തന്നെ നമുക്ക് ഓർമ്മയുള്ള പാപങ്ങളെക്കാൾ നാം മറന്നുപോയ പാപങ്ങളായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കുക, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടുക, അത് ലഭിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യവും നമ്മൾ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ട കാര്യവുമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക. വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായിട്ടുള്ള സ്വർഗത്തിലേക്കും. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ മഗ്ഫിറത്തിനെയും സ്വർഗത്തിനെയും ഒരുമിച്ച് പറഞ്ഞത് കാണാം. അല്ലെങ്കിൽ പരാമർശിക്കുന്ന സന്ദർഭങ്ങളിൽ മഗ്ഫിറത്ത് പറയുമ്പോൾ സ്വർഗത്തെ പറ്റിയിട്ടും, അല്ലെങ്കിൽ സ്വർഗത്തെ പറയുമ്പോൾ മഗ്ഫിറത്തിനെ പറ്റിയിട്ടുമെല്ലാം. കാരണം ആ മഗ്ഫിറത്ത് ലഭിക്കുന്നതിലൂടെയാണ് ആ സ്വർഗപ്രവേശനം സംഭവിക്കുന്നത്. ഇനി റമളാനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, റമളാൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഈ മഗ്ഫിറത്ത് നേടിയെടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ സംഭവിച്ചു പോയിട്ടുള്ള രഹസ്യത്തിലും പരസ്യത്തിലും നാം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്ന് പാപമോചനം നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതുപോലെ തന്നെ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിൽ നോമ്പ് നോൽക്കുന്നവൻ, പകലിൽ നോമ്പ് നോൽക്കുന്നവൻ, രാത്രിയിൽ രാത്രി നിസ്കരിക്കുന്നവൻ, വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം പ്രതീക്ഷിച്ചും ചെയ്യുന്നവർക്ക് മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്, അവർക്കത് പൊറുക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ റമളാനിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടി ശുദ്ധീകരിക്കാനുള്ള ഈ അവസരത്തെ ഏറ്റവും നല്ല രീതിയിൽ നാം ഉപയോഗിക്കുകയും അത് നമ്മുടെ ഒരു ഉദ്ദേശമായിട്ട് മാറുകയും വേണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ റമളാനിനെ പരാമർശിക്കുന്നിടത്ത് ഷഹ്റുൽ മഗ്ഫിറ, മഗ്ഫിറത്തിന്റെ മാസം എന്നുകൂടി പറയാനുള്ള കാരണം, പാപമോചനത്തിന്റെ മാസം എന്നുകൂടി. അതിനെ അറിയിക്കുന്ന വളരെ ചിന്താർഹമായിട്ടുള്ള ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു ഹദീസ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുമ്പോൾ 3 തവണ ആമീൻ 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 എന്ന് പറയുകയുണ്ടായി. ആ 3 തവണ
ആമീൻ പറഞ്ഞു കഴിഞ്ഞ് ആ മിമ്പറിൽ നിന്ന് ഖുതുബ നിർവഹിച്ച ശേഷം മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, എന്തിനാണ് റസൂലെ ഈ 3 തവണ ആമീൻ പറഞ്ഞത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാനി ജിബ്രീൽ എന്റെ അടുക്കിലേക്ക് വരികയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, റഗിബ അൻഫു ഇംറിഇൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു. ഒരു മുഅ്മിനിന് അവന് ഏറ്റവും ഒരു മോശപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ അവന്റെ റഗിബ അൻഫു എന്ന് പറഞ്ഞാൽ അവന് ഒരു നാശം എന്നുള്ള നിലക്കൊക്കെ പറയുന്ന വാക്കാണ്. ഒരാൾ അവന് റമളാൻ കിട്ടിയിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന് ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥ എന്ന് പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഖുൽ ആമീൻ, ആമീൻ പറയാൻ പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് വറഗിമ അൻഫു ഇംറിഇൻ ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പരാമർശിക്കപ്പെട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്ത ഒരുവൻ അവനും അതുപോലെ അവസ്ഥയുണ്ടാകട്ടെ. എന്നിട്ട് ആമീൻ പറയാൻ പറഞ്ഞു, ആമീൻ പറഞ്ഞു. മൂന്നാമത്തേത് വറഗിമ അൻഫു റജുലിൻ അദ്റക വാലിദൈഹി ഔ അഹദഹുമാ ഫലം യുഗ്ഫർ ലഹു. മൂന്നാമത്തെ ആള് മാതാവോ പിതാവോ അല്ലെങ്കിൽ അതിലൊരാളോ അവന് ലഭിച്ചിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ അവനും ഈ അവസ്ഥ ഉണ്ടാകട്ടെ. ആമീൻ പറയാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ പറഞ്ഞു. അപ്പോ ഇതിൽ നമ്മുടെ വിഷയം റമളാൻ കിട്ടിയിട്ട് പാപം പൊറുക്കപ്പെടാത്ത ഒരുവന് അവനെ സംബന്ധിച്ച് അവന് ഏറ്റവും മോശപ്പെട്ട നാശം അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ട്. മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ ശ്രേഷ്ഠനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്ത ഒരു ദുആ ആണിത്. മറ്റൊരു ഹദീസിലും ഇതേ ആശയത്തിൽ തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, അൽബാനി സ്വഹീഹാക്കിയിട്ടുള്ള, റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ ثم انسلخ قبل ان يغفر له. ഒരു വ്യക്തി അവനും ഇതുപോലെ നാശം, അവന് റമളാൻ കിട്ടി, എന്നിട്ട് ആ റമളാൻ അവനിൽ നിന്ന് ഒഴിവായി, അല്ലെങ്കിൽ റമളാനിൽ നിന്ന് അവൻ ഒഴിവായി, അവൻ ആ റമളാൻ പിന്നെ തിരിച്ചു ലഭിക്കുന്നില്ല, ആ നിലക്ക് അവൻ ഒഴിവായി, പാവങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന് ഇതേ അവസ്ഥയാണ് എന്ന് പറഞ്ഞു. അപ്പോ ഈ റമളാനിലൂടെ പ്രവേശിച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സമയത്ത് സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമുക്കാണ് ഏറ്റവും അറിവുണ്ടാവുക, മറ്റൊരാൾക്കും അല്ല. ചിലപ്പോൾ നമ്മുടെ നന്മകൾ ബാക്കിയുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ പാപങ്ങൾ ഏറ്റവും കൂടുതൽ അറിവുണ്ടാവുന്നത് നമുക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ളത് പൊറുക്കപ്പെടാതെ ഈ റമളാൻ കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ തേടേണ്ട, മഗ്ഫിറത്തിനെ ചോദിക്കേണ്ട, അതിന് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കേണ്ട, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് റമളാൻ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ മഗ്ഫിറത്തിനെ അല്ലെങ്കിൽ അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിയായി ഇഷ്ടപ്പെടുന്ന, അടിമകളോട് ആവശ്യപ്പെടുന്ന എത്ര വലിയ പാപം അത് എത്ര എണ്ണത്തിൽ ചെയ്തിട്ടുള്ളവനാണ് എങ്കിലും അവന്റെ പാപമോചനം സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളവനാണ് നമ്മുടെ റബ്ബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്ത് നോക്കൂ. സലഫുകൾ പറയാറുള്ളത് ഖുർആനിലെ ഏറ്റവും ആശ്വാസം നൽകുന്ന ആയത്ത് എന്നാണ്. സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, അവരവരുടെ സ്വന്തത്തിനോട് ഇസ്റാഫ് ചെയ്തിട്ടുള്ള, അതിക്രമം അല്ലെങ്കിൽ പരിധി വിട്ടിട്ട് ഒരു പരിധി ലംഘിച്ചിട്ടുള്ള ആളുകൾ, അവരോട് പറയുക, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശയറ്റവരായിട്ട് മാറരുത്. അഥവാ ഇനി എനിക്കൊരു മാറ്റമില്ല, ഇനി എനിക്ക് മാറാൻ സാധിക്കില്ല, എന്റെ ഈ പാപം എനിക്ക് നിർത്താൻ സാധിക്കില്ല, ഇത് അള്ളാഹു തആല പുറത്തു നൽകില്ല എന്നീ നിലക്കുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ടുള്ള നിരാശയറ്റ ഒരവസ്ഥ, അല്ലെങ്കിൽ പ്രതീക്ഷയറ്റ നിരാശപ്പെടുന്ന പ്രതീക്ഷയറ്റ ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, അല്ലാഹു തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു തആല അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവനുമാണ് എന്ന്. ഇനി സഹോദരങ്ങളെ, മഗ്ഫിറത്ത് ലഭിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു 3 കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ നമ്മളിലുണ്ട് എങ്കിൽ, ആ 3 കാര്യങ്ങളിൽ നമ്മളിലുണ്ട് എങ്കിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്ത് ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണത്. ഒരു ഹദീസിൽ തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അഥവാ അല്ലാഹു തആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, യബ്ന ആദം, ഏ മനുഷ്യ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക്, നീ എന്നോട് ദുആ ചെയ്യുകയും എന്നിൽ പ്രതീക്ഷ വെക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നിന്നിൽ സംഭവിച്ചിട്ടുള്ളതെന്തോ അത് ഞാൻ പുറത്തു നൽകും. അതെനിക്കൊരു വിഷയമുള്ള കാര്യമല്ല, അത് ഞാൻ പുറത്തു നൽകും. യബ്ന ആദം, ഏ മനുഷ്യ, ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ, നിന്റെ പാപങ്ങൾ അത് ആകാശത്തോളം എത്തിയതാണെങ്കിലും ثم استغفرتني غفرت لك ولا أبالي, നീ എന്നോട് ഇസ്തിഗ്ഫാർ തേടിയാൽ ഞാൻ നിനക്ക് പുറത്തു നൽകും, എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. യബ്ന ആദം, എ മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, നീ ഈ ഭൂമി നിറയെ പാപവുമായിട്ടാണ് എന്റെ അടുക്കൽ വരുന്നത് എങ്കിൽ ثم لقيتني لا تشرك بي شيئا, ഒന്നിനെയും പങ്കു ചേർക്കാത്തൊരവസ്ഥയിൽ പിന്നെ നീ എന്നെ കണ്ടുമുട്ടിയാൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, അത്രത്തോളം, എത്രത്തോളമാണ് ആ പാപങ്ങൾ അല്ലെങ്കിൽ ആ ഭൂമി ആകാശഭൂമികൾ നിറഞ്ഞത്, അത്രത്തോളം ഭൂമി നിറഞ്ഞത് അത്രത്തോളം മഗ്ഫിറത്തുമായി കണ്ടുമുട്ടും. ഈ ഹദീസിൽ 3 കാര്യങ്ങൾ പാപമോചനം ലഭിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകാനുള്ള കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമുക്ക് എല്ലാവർക്കും പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം പാപം സംഭവിക്കും, നമ്മൾ ഈ പാപം സംഭവിക്കും, അല്ലെങ്കിൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങും, പിന്നെ നമ്മൾ ആ പാപത്തെക്കുറിച്ച് യാതൊരുവിധ ഭയമില്ലാത്തൊരവസ്ഥ, അതെന്തായാലും പുറത്തു കിട്ടിയെന്നുള്ള അവസ്ഥ. നമുക്ക് പ്രതീക്ഷിക്കാം, പാപങ്ങൾ പുറത്തു കിട്ടുമെന്ന് നിലക്ക് പ്രതീക്ഷിക്കണം, പ്രതീക്ഷ ഉണ്ടായിരിക്കണം. പക്ഷേ അതിനെക്കുറിച്ച് തീരെ മറന്നു പോകുന്ന, പിന്നെ ഒരിക്കലും ഞാൻ ഒരു തെറ്റും ചെയ്യാത്തൊരാള് എന്ന നിലക്ക് പോകുന്നൊരവസ്ഥ പലപ്പോഴും ആളുകളിൽ ഉണ്ടാകാറുണ്ട്. കാരണം പാപങ്ങളെ പെട്ടെന്ന് മറക്കും, നന്മകളെ ഒരുപാട് കാലത്തേക്ക് ഓർത്തു വെക്കുന്ന ഒരു സാഹചര്യം അത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പാപങ്ങൾ എപ്പോഴും നമ്മെ ഭയപ്പെടുത്തുന്ന, അത് പുറത്തു കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നുള്ള ചിന്തയുള്ള ആളുകളായിരിക്കണം നമ്മൾ. ഈ ഹദീസിൽ നമുക്ക് പറയാം 3 കാരണങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തേതിൽ പറഞ്ഞത് ഇബ്നു ആദം, ആദം സന്തതി എന്ന് വിളിച്ചുകൊണ്ട്, മനുഷ്യ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത്, ഇന്നക മാ ദഅൗതനി വറജൗതനി, നീ എന്നോട് ദുആ ചെയ്യുകയും എന്നിൽ പ്രതീക്ഷ വെക്കുകയും ചെയ്താൽ ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി, നിനക്ക് നാം പുറത്തു നൽകും നിന്നിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തേതിൽ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ദുആ, 2 ഒന്നാമത്തേതിൽ പറഞ്ഞതിൽ 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അള്ളാഹുവിനോടുള്ള ദുആ, 2 അള്ളാഹുവിലുള്ള പ്രതീക്ഷ. ഈ 2 കാര്യങ്ങൾ അല്ലാഹു തആല പാപം പൊറുക്കാനുള്ള കാരണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പൊറുക്കാനുള്ള കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു എന്നുള്ളത്. 2, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നാം പ്രതീക്ഷ വെക്കുന്നു എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ ഉണ്ടാകണം. അതിലൊന്നാമത്തേത് പറയാം. ഈ 2 ഒന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്. സഹോദരങ്ങളെ, മറ്റെന്തിനേക്കാളും നമ്മൾ മുമ്പ് പറഞ്ഞു, നമ്മൾ മുമ്പ് ഒരു ദർസിൽ സൂചിപ്പിക്കേണ്ടായി, റമദാൻ എന്നുള്ളത് ഷഹ്റു ദുആ കൂടിയാണ്. ധാരാളം ദുആ ചെയ്യേണ്ട സമയമാണ്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം, അതുപോലെ തന്നെ രാത്രി നിസ്കാരം, ദിക്റുകൾ, അതുപോലെ തന്നെ ധാരാളം അള്ളാഹുവിനോട് സമയം കിട്ടുമ്പോഴൊക്കെ ദുആ ചെയ്യേണ്ട നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരാൻ സാധിക്കുന്ന ആളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഈ ആവശ്യം എന്തോ ആവട്ടെ, ചെറുതോ വലുതോ ആവട്ടെ, ഈ റമളാനിലെ പ്രത്യേകിച്ചും ദുആകൾക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന സമയങ്ങൾ, പിന്നെ ഫജ്റിന് മുമ്പുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തിലേക്ക് എത്തി ചോദിക്കുന്ന, എനിക്ക് ഉത്തരം ചെയ്യണം, ആരുണ്ട് എന്നോട് തേടാൻ എന്ന് ചോദിക്കുന്ന ആ സമയം, അതുപോലെ തന്നെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം, അതുപോലെ തന്നെ നിസ്കാരങ്ങളിൽ അവസാനത്തിൽ അവസാനത്തെ തശഹൂദിന് ശേഷം സലാം വീട്ടുന്നതിന് മുമ്പുള്ള ആ സമയം, ഐച്ഛികമായ നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോൾ അതെല്ലാം ധാരാളം ദുആ ചെയ്യാൻ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ആ നോമ്പുകാരനായിരിക്കുമ്പോഴുള്ള സമയം, നോമ്പ് തുറക്കുമ്പോഴുള്ള സമയം, ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ആ ദുആ ചെയ്യുന്നതിന് എന്താണ്, നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്.
ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നല്ല ഒരു കാര്യം വേണം, ഇപ്പൊ ഭൗതികമായിട്ട് നമുക്ക് നല്ലൊരു ജോലി വേണം, അല്ലെങ്കിൽ നമുക്ക് നല്ല സാലറി വേണം, അല്ലെങ്കിൽ നല്ലൊരു വാഹനം വേണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ ദീനിയായിട്ടുള്ള ദീനിൽ ഉറച്ചു നിൽക്കണം, പരലോകത്ത് സ്വർഗം ലഭിക്കണം, അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ ദീനിയും ദുനിയാവുമായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അതൊരു കാരണമാണ്. അത് നമ്മളെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് പാപം പൊറുക്കപ്പെടാനുള്ള ഒരു കാരണമാണ്. അപ്പൊ ധാരാളം ദുആ ചെയ്യുക, ധാരാളം ദുആ ചെയ്യുക. നല്ല നല്ല ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകൾ പഠിക്കുക. റമദാനിൽ 2-3 ദിവസത്തിൽ ഒരു ദുആ പഠിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഒരു 10 ദുആ നമുക്ക് ഈ റമദാനിൽ പഠിച്ചു കിട്ടും. 10 ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താണ്? ദുആകൾ പഠിപ്പിച്ച ദുആകൾ പ്രത്യേക ജവാമിൽ കലിമാണ്, അഥവാ ചുരുങ്ങിയ വാചകത്തിൽ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ദുആ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയ എല്ലാ കാര്യങ്ങളെയും തേടുന്ന ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ അള്ളാഹുവിനോട് തേടിയിട്ടുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ, അതെല്ലാം ഒരുമിച്ച് ലഭിക്കുന്ന അജ്മഉ ദുആ എന്നെല്ലാം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു ദുആ ഉണ്ട്. ആർക്കെങ്കിലും അറിയോ? ആശയത്തിൽ വരുന്ന ആരെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനെ കേട്ടതോ പഠിച്ചതോ ആയിട്ടുള്ള? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടി എല്ലാ കാര്യങ്ങളെയും തേടുന്ന അതന്നെ. അതിന്റെ തുടക്കം അങ്ങനെയല്ല. അല്ലാഹുവിനെ അസ്അലുക മിൻ ഖൈരി കുല്ലിഹ ആജിലി വാജിലി. അതിൽ എന്ത് വരുന്നുണ്ട്? അല്ലാഹുവിനെ അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക. അതുപോലെ അഊദു മിൻ ശർരി മാ ആദ ബിക അബ്ദുക വനആദ അബ്ദുക നബിയുക. നിന്റെ നബി രക്ഷ തേടിയിട്ടുള്ള കാര്യങ്ങൾ എന്നോട് രക്ഷ ചോദിക്കുന്നു, നിന്നോട് ചോദിച്ചുള്ള ഖൈറുകൾ ഞാൻ തേടുന്നു. ആ ദുആ കുറച്ച് വലുതാണ്, അതിലൊരു ഭാഗമാണ് ഈ ഭാഗം. ആ ദുആനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ദുആ ഉണ്ട്. ഇതല്ലാതെ വേറെ ഒരുപാട് ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം ദുആകളുണ്ട്. ഈ ദുആ പഠിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മളൊരു ശീലമല്ലാതായിട്ട് വരും. ചില ദുആകൾ പഠിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു രീതി പലപ്പോഴും നമ്മളിൽ ഉണ്ടാവാറില്ല. കേട്ട് പഠിച്ച അല്ലെങ്കിൽ സ്ഥിരം ഖുർആനിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അറിയപ്പെട്ട ഏതെങ്കിലും കുറച്ച് ദുആ മാത്രമേ പഠിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ അവിടെ ആവശ്യങ്ങൾ ചോദിക്കുക മാത്രമായിരിക്കും. പക്ഷെ ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ അതിന്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കൂടുതൽ നല്ല രീതിയിൽ ദുആ ചെയ്യാൻ പറ്റും, ഒരുപാട് ഖൈറുകൾ തേടാൻ പറ്റും. നമ്മുടെ വിഷയം പാപങ്ങൾ പൊറുക്കപ്പെടാൻ അതൊരു കാരണമാകും. അപ്പൊ ദുആ പഠിക്കുക എന്നുള്ളതും ദുആ ചെയ്യുക എന്നുള്ളതും ഒരു രീതിയായിട്ട് വരണം. പിന്നെയുള്ളത് ഈ ഒന്നാമത്തെ കാര്യത്തിൽ രണ്ടാമതായി റജൗതനി, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്ന ആളുകളായിരിക്കണം നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ തന്നെ നമുക്കുണ്ടാകേണ്ട കാര്യമാണ് അള്ളാഹുവിലുള്ള പ്രതീക്ഷ. അത് ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങളിൽ അള്ളാഹു എന്നെ കൈവിടില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ കാത്തുരക്ഷിക്കും, അല്ലെങ്കിൽ അള്ളാഹു തആല എനിക്ക് ശിഫ നൽകും എന്നുള്ള ആ ചിന്തയുണ്ടാവണം. ദീനിന്റെ വിഷയത്തിൽ അള്ളാഹു തആല എന്നെ ദീനിൽ ഉറപ്പിച്ചു നിർത്തും, അള്ളാഹു തആല എനിക്ക് കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് നൽകും. അങ്ങനെ എല്ലാ നിലക്കും അള്ളാഹുവിൽ പ്രതീക്ഷയുള്ള ആളുകളായിരിക്കണം. ഈ 2 കാര്യങ്ങളുണ്ടോ അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാവും. ദുആവും അള്ളാഹുവിലുള്ള റജാവും. രണ്ടാമത് പറഞ്ഞത് ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ ثم استغفرتني غفرت لك ولا أبالي. ആകാശത്തോളം പാപങ്ങൾ നിനക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നീ എന്നോട് ഇസ്തിഗ്ഫാർ തേടിയാൽ ഞാൻ നിനക്ക് പുറത്തു നൽകുമെന്ന് പറഞ്ഞു. അപ്പൊ ധാരാളം നമ്മളിൽ ഉണ്ടാകേണ്ട രണ്ടാമത്തെ കാര്യമാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇസ്തിഗ്ഫാറിന്റെ മഹത്വം വളരെ വലുതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരാൾക്ക് അവന്റെ രക്ഷ, അവന്റെ നജാത്ത് അവന്റെ കയ്യിൽ ഉണ്ടായിട്ടും അവൻ നശിക്കുന്നു എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അവന്റെ രക്ഷ ചോദിച്ചു പറഞ്ഞു ഇസ്തിഗ്ഫാർ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത് എല്ലാവിധ ഖൈറും കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെ ഒരു അസ്ർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരിക്കലും ഒരു വ്യക്തി വന്ന് പറഞ്ഞു എനിക്ക് സന്താനങ്ങളില്ല, അപ്പോൾ പറഞ്ഞു ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം. മറ്റൊരാൾ പറഞ്ഞു നാട്ടിൽ വരൾച്ചയും ഇതൊക്കെയാണ്, അപ്പോൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം. മറ്റൊരാൾ പറഞ്ഞു എന്റെ സമ്പത്തില്ല, ദാരിദ്ര്യമാണ്, കഷ്ടപ്പാട്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം. അങ്ങനെ പല കാര്യങ്ങൾക്ക് ഇത് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു എന്താ ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ആകാശത്ത് നിന്ന് മഴയോ നിങ്ങൾക്ക് സന്താനങ്ങളോ എന്താണെങ്കിലും അത് ഇസ്തിഗ്ഫാർ കൊണ്ട് ലഭിക്കുന്ന. അപ്പൊ ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ചും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ശേഷം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
പല ഹജ്ജാവട്ടെ അതുപോലെ തന്നെ ഏത് കർമ്മമാവട്ടെ സൽക്കർമ്മങ്ങൾക്ക് ശേഷം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ അല്ലാഹു തആല ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് ശേഷം ആവട്ടെ ഏതൊരു നന്മയ്ക്ക് ശേഷം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കാരണം അത് അതിന്റെ പരിപൂർണതയിൽപ്പെട്ട കാര്യമാണ്. അതല്ലാതെയും അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞത് വസ്ത്രം അലക്കുന്ന സോപ്പ് പോലെയുള്ള വസ്തുക്കളെ പോലെയാണ്. നമ്മൾ വസ്ത്രത്തിൽ അഴുക്കായി കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുക? അതിൽ സുഗന്ധം പൂശുവോ? ഇല്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അത് കഴുകി വൃത്തിയാക്കും. അപ്പൊ അത് കഴുകി വൃത്തിയാക്കാനുള്ള കാര്യമാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത്. അതിന്റെ സുഗന്ധമാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ള ദിക്റുകൾ. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് ധാരാളം ഉണ്ടായിരിക്കണം. ചുരുങ്ങിയതൊരു ദിവസത്തിൽ 100 തവണ നമ്മളിൽ ഉണ്ടായിരിക്കണം. ചുരുങ്ങിയത് 100 തവണ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ വെച്ച് 70ഉം 100ഉം തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നതായി ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഇസ്തിഗ്ഫാറുകളിൽ തന്നെ ധാരാളം വ്യത്യസ്ത രൂപങ്ങൾ വന്നിട്ടുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ വന്നിട്ടുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പഠിക്കേണ്ട, നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഇനി അതല്ലാതെ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഒരു യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും അവന്റെ പാപം പുറത്തു കിട്ടാനുള്ള കാരണമാകുന്ന ഒരു ഇസ്തിഗ്ഫാറിന്റെ രൂപമാണിത്. അങ്ങനെ ധാരാളം ഇസ്തിഗ്ഫാറിന്റെ ദുആകൾ വ്യത്യസ്ത രീതിയിൽ വന്നിട്ടുണ്ട്. ആ വ്യത്യസ്ത നിലക്ക് വ്യത്യസ്ത ലഫ്ളുകളിൽ വാക്കുകളിൽ അത് ധാരാളം പഠിക്കുകയും ആ ഇസ്തിഗ്ഫാർ ധാരാളം നമ്മൾ പ്രാവർത്തികമാക്കുകയും വേണം. അപ്പൊ നമുക്ക് നമ്മുടെ റമദാനിൽ പ്രത്യേകിച്ചും, അല്ല എപ്പോഴും വേണം, റമദാനിൽ പ്രത്യേകിച്ചും ഈ ഷഹ്റുൽ മഗ്ഫിറയിൽ നമ്മുടെ ജോലികൾക്കിടയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കിടയിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത്. ധാരാളം ഖൈറുകൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാതെ തന്നെ ധാരാളം ഖൈറുകൾ നമുക്ക് യോജിച്ചത് ഏറ്റവും ഉത്തമമായത് അതിൻ്റെതായ സമയത്ത് ലഭിക്കാൻ അള്ളാഹുലേക്ക് മടങ്ങാൻ ഉപകരിക്കുന്ന കാര്യമാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത്. ഒന്നാമത്തേതിൽ ദുആവും റജാവും, രണ്ടാമത്തേതിൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞു. മൂന്നാമത്തേത് പറഞ്ഞു ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ثم ലഖീതനി ലാ തുശ്രികു ബി ഷൈഅൻ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. നീ ഭൂമിയോളം പാപവുമായിട്ട് എന്റെ അടുക്കൽ വന്നു, അല്ലാഹു തആല പറയാണ്, എന്റെ അടുക്കൽ വരികയാണ്, പക്ഷേ നീ എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിലാണ് എന്റെ അടുക്കിലേക്ക് വരുന്നതെങ്കിൽ അത്രത്തോളം മഗ്ഫിറത്തുമായിട്ട് ഞാൻ നിന്റെ അടുക്കിലേക്ക് ഉണ്ടാകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാ തുശ്രികു ബി ഷൈഅൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നിനെയും എന്നിൽ പങ്കു ചേർക്കാതിരിക്കുന്ന അവസ്ഥ. എപ്പോഴാണ് ആ അവസ്ഥ ഉണ്ടാകുക? തൗഹീദിന്റെ തഹ്ഖീഖ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. തൗഹീദ് സാക്ഷാത്കരിക്കുമ്പോഴാണ് ഉണ്ടാവുക. തൗഹീദിന് 3 മർത്തബകളുണ്ട്. അസ്ലിയായ തൗഹീദ് അല്ലെങ്കിൽ വാജിബായ തൗഹീദ് എന്ന അർത്ഥത്തിൽ പറയുന്നത് ഒന്നാമത്തേത്. മുസ്തഹബായ അല്ലെങ്കിൽ അസ്ലിയായ തൗഹീദ് കഴിഞ്ഞിട്ട് വാജിബായ തൗഹീദ് എന്ന് വെക്കാം. പല രീതിയിൽ മക്കൾ പേര് ഉപയോഗിക്കുമെങ്കിലും 3 മർത്തബകൾ. ഒന്ന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അള്ളാഹുവിന് അവകാശപ്പെട്ട ഇബാദത്തുകൾ വകവെച്ചു കൊടുക്കാത്തത്. അതിന് മേലെയുള്ളത് വാജിബാട് എന്ന് പറയാം. ചില പണ്ഡിതന്മാർ അസ്ലി ആയതാണ് വാജിബ് എന്ന് പറയും. മേലെയുള്ളത് മുസ്തഹബ് പറഞ്ഞാൽ മുസ്തഹബ് 2 ദർജയിലായിട്ട് പറയാറുണ്ട്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. മേലെയുള്ളത് വാജിബായ തൗഹീദ്. വാജിബായ തൗഹീദ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പരിശീലിച്ചെടുക്കേണ്ട ആ തൗഹീദിന്റെ നിർബന്ധമാക്കുന്ന കർമ്മങ്ങൾ ജീവിതത്തിൽ വരുന്ന അങ്ങനെയുള്ള തൗഹീദ്. ഏറ്റവും ഉന്നതമായത് മുസ്തഹബായത് അല്ലെങ്കിൽ തഹ്ഖീഖു തൗഹീദ് എന്ന് പറയും. ഐച്ഛികമായിട്ടുണ്ടാകേണ്ട തൗഹീദിന്റെ സാക്ഷാത്കാരം. ഒരു നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത, ഒരു നിലക്കും വരാത്ത അവസ്ഥ, തൗഹീദ് സാക്ഷാത്കരിക്കുക എന്നുള്ളത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ലാ തുശ്രികു ബി ഷൈഅൻ, ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത അവസ്ഥ, തൗഹീദ് സാക്ഷാത്കരിക്കുന്ന അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞതുപോലെ നാളെ ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, ഒരു വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന 70,000 ആളുകളെ പറ്റി പറഞ്ഞതുപോലെ അങ്ങനെ തൗഹീദ് പൂർത്തീകരിക്കുന്ന സാക്ഷാത്കരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഉണ്ട് എങ്കിൽ അവനും അല്ലാഹു തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ തൗഹീദ് പഠിക്കണം, തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഞാൻ തൗഹീദ് തികഞ്ഞു, ഞാൻ അല്ലാഹു അല്ലാത്ത ആരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലല്ലോ, ഞാൻ ഒരു ജാറത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വലിയന്റെ അടുക്കിലേക്കോ എന്റെ സഹായം ചോദിച്ചു പോകുന്നില്ലല്ലോ, അല്ലെങ്കിൽ അള്ളാഹിലേക്ക് ശുപാർശകനാക്കാൻ ഏതെങ്കിലും മരിച്ചുപോയ ഏതെങ്കിലും ഖബറിൽ കിടക്കുന്ന ആളോട് പോയിട്ട് നിങ്ങൾ ശുപാർശകനാണ്, ശുപാർശ ചെയ്യണമെന്നോ ഇടനിലക്കാരനാകണമെന്നോ ഒന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഒക്കെ ശിർക്കാണ്, സംശയമില്ല, അതിലൊരു സംശയമില്ല. പക്ഷേ
നമ്മൾ അറിയാതെ നമ്മൾ സംഭവിച്ചു പോകുന്ന ധാരാളം ഷിർക്കിന്റെ അംശങ്ങളുണ്ട്. റിയാ, ഷിർക്കുൻ അസ്ഗർ, റിയാ, സുംഅത്ത്, റിയാ ആളുകൾ കാണാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. സുംഅത്ത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആളുകൾ നമ്മെ പറ്റി പറയണമെന്ന് ആഗ്രഹിക്കുക. ദിക്ർ, ആളുകൾ നമ്മോട് വന്ന് നമ്മെ പറ്റി നല്ല ചെയ്യുന്ന ആളാണ് എന്ന് നിലക്ക് പറയണമെന്ന് ആഗ്രഹിക്കുക. ഇത് നമ്മളിൽ അറിയാതെ കടന്നു വരുന്ന ഷിർക്കുൻ അസ്ഗർ ആണ്. വൻപാപങ്ങളെക്കാൾ ഗൗരവമാണ് ഷിർക്കുൻ അസ്ഗർ. വൻപാപങ്ങളെക്കാൾ ഗൗരവമാണ് ഷിർക്കുൻ അസ്ഗർ. ഒരാൾ മദ്യപിക്കുക, വ്യഭിചരിക്കുക, ഒരാളെ കൊല്ലുക, അങ്ങനെയുള്ള വൻപാപങ്ങളെക്കാൾ അപകടമാണ് വേറൊരാൾ കാണാൻ വേണ്ടി ഇബാദത്തുകൾ നിർവഹിക്കുക, അല്ലെങ്കിൽ വേറൊരാളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കി. തൗഹീദിന്റെ പ്രാധാന്യവും ഷിർക്കിന്റെ ഗൗരവവും മനസ്സിലായ ആളുകൾക്കാണ് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് അതിപ്പോ എന്താ, അതെങ്ങനെ എന്താവും, മറ്റേ വലിയ തെറ്റ്, അങ്ങനെ ചിന്തിക്കുക ഒരിക്കലും അല്ല. മൂന്നാമത്തെ ഷിർക്കുൻ ഖഫീ ഉണ്ട്, ഗോപ്യമായിട്ടുണ്ടാകുന്ന ഷിർക്ക്. ഞാൻ പറയുന്നത് ലാ തുശ്രിക് ബി ഷൈഅൻ, ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്നുള്ളതാണ്. ഗോപ്യമായ ഷിർക്ക് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഒരു ദുആ, ഷിർക്കിന്റെ ചെറുതും വലുതുമായ എല്ലാത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ദുആ. എന്താണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമുഹു വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അതെങ്ങനെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? കറുത്ത ഇരുണ്ട ഒരു രാത്രിയിൽ ഒരു കറുത്ത പാറക്കല്ലിന് മുകളിലൂടെ ഒരു കറുത്ത ഉറുമ്പ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാലടിപ്പാടാവട്ടെ അല്ലെങ്കിൽ അതിന്റെ ശബ്ദമാവട്ടെ, അതിനേക്കാൾ ഗോപ്യമായ നിലയ്ക്ക് ഈ ഉമ്മത്തിൽ ശിർക്ക് കടന്നുകൂടും എന്നാര് പറയാണ്? അള്ളാഹുവിന്റെ റസൂൽ അമ്പിയാക്കളുടെ നേതാവ് ഔലിയാക്കളുടെ നേതാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അമ്പിയാക്കളുടെ നേതാവ് ഔലിയാക്കളുടെ നേതാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ പല ആളുകളും പറയുന്നത് ഈ ഉമ്മത്തിൽ ശിർക്കൊന്നും വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഈ ഉമ്മത്തിൽ ശിർക്കൊന്നും വരാൻ പോകുന്നില്ല. ശിർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് പുറത്തുള്ള ആളുകൾക്ക് മാത്രം വരുന്ന ഒരു കാര്യമാണ്. ഈ ഉമ്മത്തിൽ ആർക്കും ശിർക്കൊന്നും വരൂല എന്നുള്ള വാദം പറയുന്നത്. നഊദു ബില്ലാഹ്, എന്ത് വലിയ അപകടമാണത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നോ? അപ്പൊ ആ ദുആക്ക് ദിവസത്തിൽ ഒരു നേരമെങ്കിലും ദുആ ചെയ്യാതെ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ജീവിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഷിർക്കിന്റെ ചെറുതും വലുതെന്ന് രക്ഷപ്പെട്ടുകൊണ്ടല്ലാതെ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുക? അപ്പൊ മറ്റെന്തിനേക്കാളും ഇത് നമുക്ക് എന്താ വെച്ചാല് ഈ കാര്യം നമ്മൾ മറന്നുപോകും. തൗഹീദിന്റെ പ്രാധാന്യവും ഷിർക്കിന്റെ ഗൗരവവും നമ്മൾ മറന്നുപോകും. അതുകൊണ്ടാണ് ഉലമാക്കൾ, പ്രത്യേകിച്ചും സലഫി ഉലമാക്കൾ ഈ ഉമ്മത്തിൽ എപ്പോഴും കിതാബു തൗഹീദൊക്കെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ മദീനത്ത് മസ്ജിദിൽ നടക്കുന്ന ദർസുകളൊക്കെ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ സൗദിയിലൊക്കെ മൊത്തത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൗഹീദിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഉലമാക്കൾ തൗഹീദ് അത്രത്തോളം പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കാണാം. അവർ എത്ര ഉന്നതമായ സ്ഥാനത്തുള്ള വലിയ വലിയ മസായിലുകൾ ചർച്ച ചെയ്യാൻ അറിവും ഖുദ്റത്തുമുള്ള ഉലമാക്കൾ പോലും സലാസുൽ ഉസൂൽ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, കിതാബു തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഖവായിദുൽ അർബ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, നവാഖിദുൽ ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരത് വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. ഒരു ഷെയ്ഖ് കഴിഞ്ഞാൽ അടുത്ത ഷെയ്ഖ് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും, ഒരു ഷെയ്ഖ് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും. ആ കിതാബു തൗഹീദ് അവിടെ വിതരണം ചെയ്യും, ആളുകൾക്കിടയിലൊക്കെ വിതരണം ചെയ്യും. ചെറിയ കുട്ടികൾക്ക് പോലും അവിടുത്തെ സ്കൂളുകളിൽ പോലും സലാസുൽ ഉസൂലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ. കാരണം ആ തൗഹീദ് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അതിൽ നിന്ന് കുറച്ച് മാറിയാൽ ഉമ്മത്തിൽ ശിർക്ക് കടന്നുകൂടുന്നത് പറയാൻ സാധിക്കില്ല. അത്ര അപകടമുള്ളതാണ്. അപ്പൊ തൗഹീദിനെ കുറിച്ചുള്ള പഠനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, കാരണം എന്തിനാ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷിർക്കിന്റെ ഒരു അംശം പോലും നമ്മളിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ തൗഹീദിനെ കുറിച്ചുള്ള പഠനം ഒരിക്കലും നമ്മളിൽ അവസാനിക്കാൻ പാടില്ല. അപ്പൊ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, ദുആവും അള്ളാഹുവിനോടുള്ള റജാവും ഉണ്ടായിരിക്കണം. രണ്ടാമത്തേതിൽ നമ്മൾ പറഞ്ഞു ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞു അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം, റമളാൻ എന്നുള്ളത് ഷഹ്റുൽ മഗ്ഫിറയാണ്, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പണി നമ്മൾ എടുക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. റമളാൻ കിട്ടിയിട്ട് പാപം പൊറുക്കാതെ പുറത്തു കിടക്കുന്നത് അത്രയും നാശം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ കാര്യമാണ്. ആ പാപം പൊറുക്കാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു ഹദീസ് കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിനുശേഷം ഷെയ്ഖിന് നസീഹത്ത് ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്, അബൂ ദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഇന്നി ലഅലമു ആഖിറ അഹ്ലിൽ ജന്നതി ദുഖൂലൻ അൽ ജന്ന വആഖിറു അഹ്ലിൻ നാരി വആഖിറ അഹ്ലൻ നാരി ഖുറൂജൻ മിൻഹാ. എനിക്കറിയാം അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളാരാണെന്നും അവസാനമായി നരകത്തിൽ നിന്ന് പുറത്തു വരുന്ന ആളാരാണെന്നും
റജുലുൻ യുഅ്താ ബിഹി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അവനെ കൊണ്ടുവരപ്പെടും. ഫയുഖാൽ, അങ്ങനെ അവനോട് ചോദിക്കും, അഅ്രിദു അലൈഹി സിഗാറ ദുനൂബിഹി വർഫഉ അൻഹു കിബാറഹാ ഫതുഅറദു അലൈഹി സിഗാറു ദുനൂബിഹി. അവന്റെ വലിയ പാപങ്ങൾ മാറ്റിവെച്ചിട്ട് ചെറിയ പാപങ്ങൾ മാത്രം അവന്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറയും. ഫയുഖാൽ, അങ്ങനെ അവന്റെ മുമ്പിൽ അത് കാണിക്കും. എന്നിട്ട് അവനോട് പറയപ്പെടും, അമിൽത യൗമ കദാ വകദാ കദാ വകദാ വഅമിൽത യൗമ കദാ വകദാ കദാ വകദാ, നീ ഇന്നാലിന്ന പാപങ്ങളൊക്കെ ഇന്നാലിന്ന സമയത്തൊക്കെ ചെയ്തില്ലേ ചോദിക്കും. ഫയഖൂൽ, അപ്പോൾ പറയും, നഅം, അതെ ഞാൻ ചെയ്തിട്ടുണ്ട്. ലാ യസ്തതിഉ അൻ യുൻകിർ, അവനത് നിഷേധിക്കാൻ സാധിക്കില്ല. വഹുവ മുഷ്ഫിഖുൻ മിൻ കിബാരി ദുനൂബിഹി അൻ തുഅറദ അലൈഹി, അവൻ ചെയ്ത വൻപാപങ്ങൾ ഇനി അടുത്ത് കാണിക്കുമല്ലോ. വൻപാപങ്ങൾ കാണിച്ചിട്ടില്ല, ചെറിയ പാപങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. വൻപാപങ്ങൾ ഇനി കാണിക്കല്ലോ എന്നുള്ള പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഫയുഖാലു, അവനോട് പറയപ്പെടും, ഫഇന്ന ലക മകാന കുല്ലി സയ്യിഅത്തിൻ ഹസന, നിനക്ക് ഈ ചെയ്ത തെറ്റുകളുടെ ഓരോ സ്ഥാനത്തും നിനക്ക് നന്മയുണ്ട് എന്ന് പറയും. അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ട് ഇതിന് പകരമൊക്കെ നന്മയാണെന്ന് പറയും. അവനാണെങ്കിൽ എന്താണ്, നിന്റെ അടുത്ത് എന്താ വൻപാപങ്ങൾ കാണിക്കല്ലോ എന്ന് പേടിച്ചിരിക്കുക. അപ്പാണ് ഈ വാക്ക് കേൾക്കുന്നത്. അപ്പോൾ തിരിച്ചു ചോദിക്കും, റബ്ബി ഖദ് അമിൽതു അശ്യാഅ ലാ അറാഹാ ഹുന, റബ്ബേ ഞാൻ ഇതല്ലാത്ത ഇവിടെ കാണാത്ത ഞാൻ വേറെ കുറെ തെറ്റുകളും ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് അവൻ അങ്ങോട്ട് പറയും. ഞാൻ ഇതല്ലല്ലോ, ഇനി ഉണ്ടല്ലോ എന്റെ പാപങ്ങൾ എന്ന നിലക്ക് പറയും. അപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് ഉദ്ധരിക്കുന്ന അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളഹിക ഹത്താ ബദത് നവാജിദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അണപ്പിൽ കാണുന്നവരെ ചിരിക്കുകയാണ് ചെയ്തത്. കാരണം അയാളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്, ആ വൻപാപങ്ങൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അതിന് പകരം അവിടെയൊക്കെ നന്മയായിട്ട്, ചെറുപാപങ്ങൾക്ക് പകരം നന്മയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പാപമോചനം തേടുക, തൗബ ചെയ്ത് മടങ്ങുക, പൊറുക്കലിനെ തേടുക, മഗ്ഫിറത്ത് നേടുക എന്നുള്ളത് അത്രയും മഹത്തായ കാര്യമാണ്. അല്ലാഹു തആല അതിന് പകരം അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. അല്ലാഹു തആല തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് അവന്റെ പാപങ്ങൾക്ക് പകരം നന്മകളാക്കി കൊടുക്കുന്നതാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മാസം ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റേതൊരു ഇബാദത്ത് പോലെയും മഗ്ഫിറത്തിനെ തേടുക, അള്ളാഹുവിനോട് ചോദിക്കുക. അല്ലാഹു തആല ഈ റമദാൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, ശുദ്ധീകരിക്കപ്പെടുന്ന ആളുകളിൽ അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു നരകത്തിൽ നിന്ന് പുറത്താകുന്ന, ഒഴിവാക്കപ്പെടുന്ന ആളുകൾ അതിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തി പാപങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയിൽ റമളാൻ പൂർത്തീകരിക്കാൻ, പുറത്തിറങ്ങാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഷെയ്ഖ് ഹസൻ നമുക്കൊരു നസീഹത്ത് നൽകുന്നതായിരിക്കും.